കല്ലങ്കടവ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ നമുക്കൊന്നിക്കാം എന്ന പരിപാടിയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കൽ പരിപാടിയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പൂവാമ്പറമ്പിൽ മുഹമ്മദ് അലിയുടെ വസതിയിൽ നടന്ന പരിപാടി താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കുറേയേറെ നല്ല പ്രവർത്തനങ്ങൾ ഈ കല്ലങ്കടവ് കൂട്ടായ്മയിലൂടെ സാധിച്ചു. അതിൽ നിന്ന് ഉണ്ടായതാണ് ഈ കൂട്ടായ്മ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറേയേറെ നല്ല പ്രവർത്തനങ്ങൾ അല്ലേ? പ്രളയ സമയത്തൊക്കെ കുറേ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. വീടില്ലാത്തവർക്ക് വീട്, അതുപോലെ തന്നെ രോഗങ്ങളുള്ളവർക്ക് മരുന്ന്, അങ്ങനെ വേണ്ട എന്തെല്ലാം സഹായങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കുകയുണ്ടായി. ഈ കൂട്ടായ്മ കുറേയേറെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ കുറേയേറെ ഉയരങ്ങൾ എത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വാർഡ് മെമ്പർ മിനി ജോസ് അധ്യക്ഷയായി. ചടങ്ങിൽ കല്ലങ്കടവ് കൂട്ടായ്മയിലെ +2 SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബയോ ഇൻഫർമാറ്റിക്സിൽ ഡോക്ടറേറ്റ് നേടിയ കാരേക്കുളം ഫൈസൽ ഭാര്യ ഷഫ്ന ആസ്മിയെയും താന്യം കൃഷിഭവനിൽ നിന്ന് സമ്മിശ്ര കർഷക അവാർഡ് നേടിയ മാടമ്പശ്ശേരി ഗോപിയെയും ആദരിച്ചു. കൂട്ടായ്മയിലെ അംഗത്തിന്റെ മകളായ നളന്ദ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി വൈഷ്ണവി സ്വരൂപിച്ച പണം വയനാടിന് ഒരു കൈത്താങ്ങിന്റെ ഭാഗമായി ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് മുഹമ്മദ് അലി, കൂട്ടായ്മ പ്രസിഡന്റ് OA ഇല്യാസ്, സെക്രട്ടറി PS ഷാജു, PM നൌഫൽ, പൂവാമ്പറമ്പിൽ PM ജാബിർ, PM ഷമീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ P രാമചന്ദ്രൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു.